പക്ഷെ മഞ്ഞുമ്മൽ ഇറങ്ങിയതിന് ശേഷം ആളുകളുടെ പിന്നെ ഇത് മാറി. അവർക്ക് മനസ്സിലായി ഇത് വെറും ഒരു പരിപാടിയല്ല എന്ന് മനസ്സിലായി. കുഴിയിലേക്ക് എങ്ങനെ വീണു, കുഴിയൊക്കെ എത്ര ഇതുണ്ടാവും. അപ്പൊ അജയൻ പോയിട്ട് നിൽക്കണോ കുഴിയിൽ? ക്യാമറമാനൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അജയൻ പറഞ്ഞല്ലോ 40 അടി 40 ഫീറ്റ് മുകളിലാണ്. അതൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ അവരെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ആ സിനിമ. റൈഫിൾ ക്ലബിന്റെ ഒരു സെറ്റ് ഉണ്ടല്ലോ, മുണ്ടക്കയത്താണ് ശരിക്കും നമ്മൾ വയനാടായിട്ട് കാണിക്കുന്നത്. പിന്നെ ഓരോ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഇത് നോക്കി ഒരു ബോംബെറിഞ്ഞ് പൊളിക്കണതൊക്കെ ഉണ്ട് അടുക്കള ഭാഗം. അത് വേണമെന്ന് ശ്യാം പുഷ്കറും ദിലീഷ് ഇവരും. ഒറിജിനൽ ഗുണ കേവിന്റെ പുറത്തുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അതിനൊരു 35 അടി കോണി വെച്ച് ഇറങ്ങി, അതിന് കോണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. എന്നുവെച്ചാൽ അവിടെ കുറേ ദിവസം ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ മൊത്തം ഇത് മാറിയത്. എനിക്കൊരു തിരക്കഥയുടെ ഒരു കോപ്പി എനിക്ക് തന്നിട്ട് അത് ചെയ്യാണ് നമ്മളെന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ നമുക്കത് പൂർത്തീകരിക്കാൻ അൻവർക്കാടൊപ്പം ഞാൻ ട്രാൻസിൽ വരുന്നത്. അപ്പം ഞാനൊന്ന് ആലോചിച്ചു, 30 ദിവസം സെറ്റ് വർക്ക് ചെയ്തിട്ട് 1-2 ഷൂട്ട് കഴിഞ്ഞിട്ട് പൊളിച്ചു കളയും. പിന്നെ ഒരു ഹെവി വർക്കിന്റെ പരിപാടിയിലാണ്. കഞ്ചാവ് തോട്ടം എങ്ങനെയാണ് റിക്രിയേറ്റ് ചെയ്തെടുത്തത്? എന്റെ രണ്ടാമത്തെ സിനിമയാണ്. അതെ അതെ. പൂപ്പന്താടിയും ഇടുക്കിയിലെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് ശ്യാം പുഷ്കറിനോട് ചോദിക്കുന്നത്. ചേട്ടാ, ഇപ്പൊ ദുൽഖറിന്റെ പടം ഐ ആം ഗെയിം, ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും? ഹെവി വർക്കാണ്. മാഡ് മാക്സ് സീരീസിന്റെ ഇതിന്റെ ആർട്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ നമ്മൾ ചോദിക്കില്ലേ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി എന്ന ഗ്രാമം. ദേവി ടാക്കീസിൽ നിന്ന് സിനിമകൾ കണ്ടിറങ്ങുന്ന അജയൻ എന്ന ചെറുപ്പക്കാരൻ. വർഷങ്ങൾക്ക് ശേഷം ദേവി ടാക്കീസ് പൂട്ടിപ്പോയെങ്കിലും മലയാള സിനിമ അജയനെ അകത്തേക്ക് വിളിച്ചു. ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണ കേവ്സിനെ പുനഃസൃഷ്ടിച്ച മലയാള സിനിമയുടെ മൂത്താശാരി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ്. അജയൻ ചാലിശ്ശേരി. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇപ്പോഴും ആ ചാലിശ്ശേരിയിലെ ദേവി ടാക്കീസിലേക്ക് പോകുമ്പോൾ പൂട്ടിക്കിടക്കുന്ന ആ ടാക്കീസ് കാണുമ്പോൾ ഒരു നൊസ്റ്റു അടിക്കാറുണ്ടോ? ശരിക്കും ഇപ്പോൾ ദേവി ടാക്കീസ് ഇല്ല അവിടെ. അത് അവസാനം കത്തിപ്പോവാണ് ചെയ്തത് ആ ടാക്കീസ്. ഇപ്പോൾ അതിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് ഒന്നുപോലും ഇല്ല, ഒരു പറമ്പ് മാത്രം കിടക്കുന്നു എന്നുള്ളൂ. കത്തിപ്പോവാതെ എങ്ങനെയാണ് സംഭവിച്ചത്? അത് സാധാരണ ഒരു തിയേറ്റർ കത്തിപ്പോകുന്നൊരു ഇതുണ്ടാവും. കുറേ കാലം കഴിഞ്ഞാൽ ഇതേമാതിരി ആ തിയേറ്റർ കത്തിപ്പോവാണ് സാധാരണ നമ്മുടെ അവർക്ക് ചെയ്യുന്നത്. അതേപോലെ ആ തിയേറ്ററും ഒരു ദിവസം കത്തിപ്പോയി. ഓല കൊണ്ടുള്ള ഒരു ടാക്കീസായിരുന്നു ഇത്. അപ്പോൾ അത് പിന്നെ അതിന് ശേഷം അതിന് ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ ഒരുപാട് മാറിപ്പോയി. അതിന് ഫ്രണ്ടിലൊക്കെ ഫുൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ വന്നു. അത് ആളുകൾക്ക് ആ സ്ഥലം അങ്ങനെ തന്നെ കുറച്ച് ഇതായിട്ട് കിടക്കുന്നുണ്ട് അത്. പക്ഷെ അവിടെ കാലി സ്ഥലമാണ്, കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായി മാറി. ഇപ്പോൾ ചേട്ടൻ സിനിമകൾ കണ്ട, സിനിമകൾ എന്താണെന്ന് അറിഞ്ഞ ഒരു പാഠശാലയിൽ നിന്ന് വേണമെങ്കിൽ ആ ടാക്കീസിന് പറയാം. ആ ടാക്കീസ് കത്തിപ്പോയെന്നുള്ള വിവരം ആദ്യമായിട്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, നമ്മളൊക്കെ ഒരു സിനിമ പ്രേമി എന്നുള്ളതിലൊക്കെ നമ്മൾ ഈ ചാലിശ്ശേരത്ത് ഈ തിയേറ്റർ തന്നെയാണ് ഞങ്ങളുടെ ഒരുവിധപ്പെട്ട ആ ഗ്രാമത്തിലെ ആളുകളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണത്. വർക്ക് കഴിഞ്ഞാലൊക്കെ അവിടെ ഫസ്റ്റ് ഷോനും സെക്കൻഡ് ഷോക്കൊക്കെ ആയിട്ട് എത്തുന്ന ആളുകൾ, പണിക്കാർ, അങ്ങനെ പിന്നെ വീട്ടിലെ ആളുകൾ, അങ്ങനെ മൊത്തം എത്തിച്ചേരുന്നതാണ്. അതായത് ഒരു സിനിമ സാധാരണ ഇപ്പോൾ ഒരു റിലീസ് ചെയ്ത സിനിമ ചാലിശ്ശേരി മാതിരി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം ഒരു ഓണത്തിനൊക്കെയും ആ സിനിമ ചിലപ്പോൾ അവിടുത്തെ ഒരു മെയിൻ സിനിമയായിട്ട് വരിക. അതായത് 2 വർഷങ്ങൾക്ക് ശേഷം ആണ് അവിടുത്തെ ഒരു മെയിൻ സിനിമയായിട്ട് ഓണ പ്രദർശനമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു സിനിമ നമുക്ക് ഒരു സി ക്ലാസ് തിയേറ്ററിൽ കാണിക്കാൻ പറ്റുക. അപ്പോൾ അതിൽ ഒരു ഞങ്ങളൊക്കെ പോയിരുന്ന് കാണുന്നതും ഇതായിട്ടുള്ള ഒരു രൂപ 1.50 അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ചാർജ്. ഏറ്റവും ചെറിയ ബെഞ്ച് അങ്ങനെയുള്ളതിനൊക്കെ തിയേറ്ററിൽ ഒരു റെഡ് കളറൊക്കെ ആയിരുന്നു. അതിന് റെഡും ബ്ലാക്കൊക്കെ ആയിട്ടാണ് ദേവി ടാക്സിയിലെ ഇത്. പിന്നെ അതിന് ശേഷം ആദ്യം നമ്മൾ കാണുമ്പോഴൊക്കെ താഴെ മണലൊക്കെ ആയിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് കാലം അടച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി നവീകരിച്ചിട്ട് അത് സിമെൻ്റൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടി ഓരോ സെപ്പറേറ്റ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന
മരം കൊണ്ടുള്ള സീറ്റുകളായി മാറ്റി. ആദ്യം ബെഞ്ചൊക്കെ ആയിരുന്നു കുറേ സ്ഥലത്ത്. താഴെ അപ്പോൾ മണലായിരുന്നു, മണലിട്ട തിയേറ്റർ ടാക്കീസുകളായിരുന്നു അന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു പിന്നെ ഓല കൊണ്ടുള്ളതാണ്. സൈഡൊക്കെ ഈ പനമ്പൊക്കെ വെച്ച് മറച്ച് ഓല ടാക്കീസായിരുന്നു ശരിക്കും ചാലിശ്ശേരി ദേവി തിയേറ്റർ എന്നാണ്. ചേട്ടൻ ആ തിയേറ്ററിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് കണ്ട സിനിമകൾ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അത് കുറച്ച് പ്രശ്നമാകും. കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന്. ഒരുവിധപ്പെട്ട സിനിമകളൊക്കെ നമുക്ക് കാണണം തോന്നിയുള്ളതൊക്കെ പോയിട്ട് കാണും. അല്ലെങ്കിലും ഈ സിനിമ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സിനിമ കാണണം, മസ്റ്റായിട്ട് ഏതെങ്കിലും പടമായിട്ട് കാണണം. അന്ന് നമ്മൾ ഇപ്പോൾ രജനീകാന്തിൻ്റെ പടങ്ങളായാലോ വിജയകാന്തിൻ്റെ ആയാലോ പ്രശാന്ത്, അങ്ങനെ ഒരു കുറേ ആളുകളുടെ പടം നമ്മൾ ആവശ്യമില്ലെങ്കിലും പോയിട്ട് കാണാറുണ്ട് നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ. രാമരാജൻ, അങ്ങനെ തമിഴ്, മലയാളം, തെലുങ്ക് പിന്നെ വളരെ റയറായിട്ടൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. തമിഴും മലയാളം പിന്നെ വല്ലപ്പോഴും ഹിന്ദി സിനിമകൾ വരും. വളരെ ഹിറ്റായിട്ടുള്ള സിനിമകൾ മാത്രമാണ് മലയാളത്തിലേക്ക് ആ കാലഘട്ടത്തിൽ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്ന ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ മാത്രമാണ് ഞാനും. പക്ഷേ സാധാരണ പ്രേക്ഷകൻ എന്ന് പറയുമ്പോഴും ഇന്ന് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ മൂത്താശാരിയാണ് ഇന്ന് അജയൻ ചാലിശ്ശേരി. അപ്പോൾ അന്ന് ആ സിനിമകൾ ദേവി ടാക്കീസിലിരുന്ന് കാണുമ്പോഴേ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന് ചേട്ടൻ പറയുമ്പോഴും അന്ന് ആ സിനിമ കാണുമ്പോഴേ സിനിമയുടെ ആർട്ട് വർക്കും പ്രൊഡക്ഷൻ ഡിസൈനിലേക്കും കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. സിനിമയിലൊക്കെ ഞാൻ ശരിക്കും അവിചാരിതമായിട്ട് അങ്ങനെ, നമുക്ക് ആർട്ട് വർക്ക് ഇഷ്ടമാണ്. എന്ത് വർക്കുകളും സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതും എനിക്കിഷ്ടമാണ്. അത് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാനൊക്കെ വരുന്നത്. അല്ലാതെ സിനിമയിലേക്ക് ഇങ്ങനെ ഹാർഡായിട്ട് സിനിമ ഇഷ്ടമാണ്. സിനിമയുടെ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ കാണാൻ നിൽക്കുന്ന ഒരാളാണ് ഞാനും. എൻ്റെ നാട്ടിലാണ് സത്യൻ അന്തിക്കാട് സാറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ ചാലിശ്ശേരി, കൂറ്റനാട്, തണ്ണീർക്കോട് പരിസരങ്ങളിലാണ് കുറേ പടങ്ങളൊക്കെ ചിത്രീകരിച്ചത്, മനസ്സിനക്കരെ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഷൂട്ടിങ് കാണാനായിട്ട് സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് പോവുക, ഫ്രണ്ടിൻ്റെ ഒപ്പം പോവുക, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ഒക്കെ ഷൂട്ടിങ് കാണാൻ നിന്നിട്ടുള്ള ഒരു ഇതാണ് ഞാനൊക്കെ. അതിലും ഒരു ചെറിയൊരു സെറ്റ് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനിൽ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ് കൃഷ്ണകുട്ടി നായരനൊക്കെ കൊണ്ടുവരുന്നതും അവനൊരു കൂട്ടത്തല്ല് ഇതൊക്കെ ആയിട്ടേ. അപ്പോൾ അതിന് ചെറിയൊരു സെറ്റ് അവിടെ ഇട്ടുണ്ടായിരുന്നു, ഒരു അമ്പലം. അപ്പോൾ അതൊക്കെ സെറ്റ് വർക്കൊക്കെ അവർ ചെയ്യുന്നതൊക്കെ നമുക്കറിയില്ലല്ലോ. അവിടുത്തെ ഒരു വില്ലേജ് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് നമ്മൾ നോക്കി കാണുക, ഷൂട്ടിങ് കാണുക, ഇതൊക്കെ ആയിരുന്നു നമ്മൾ. കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും. അതിന് ഞാൻ ഫൈൻ ആർട്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അങ്ങനെയാണ് നമ്മൾ അത്തരം ഒരു ഇതിലേക്ക് എത്തുന്നത്. സിനിമയിലും കുറേ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പിന്നെ ചോരിലൊക്കെ ഇതാക്കുക, ഡള്ള് ചെയ്യുക, എഫക്റ്റുകൾ ഉണ്ടാക്കുക, ഡമ്മി ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറുന്നത്. ഈ ഫൈൻ ആർട്സ് ആണ് എന്ന ഒരു താല്പര്യമുണ്ടല്ലോ. പൊതുവേ ഈ ആർട്ട്, ഫൈൻ ആർട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ വേദന കയറി വരും. കാരണം ഇതൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണല്ലോ. അത് അന്നും അതെ, ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും കേൾക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലൊരു ചെറിയ വേദന വരും. അയ്യോ, എൻ്റെ മകൻ എന്താവോ എന്തോ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്താവോ എന്തോ, അവന് പെണ്ണ് കിട്ടുമോ, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ വരുമല്ലോ. ഈ ആർട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കാൻ സുഖമുള്ള വേർഡാണെങ്കിലും അത് പഠിക്കാനായിട്ട് പോകുമ്പോൾ മാതാപിതാക്കൾക്കൊരു വിഷമം വരും. ചേട്ടൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിസ്റ്റ് എന്താണെന്നുള്ളതും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അച്ഛന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നോ, അതോ നീ അത് പഠിക്കാൻ പോണ്ട, ജീവിതം ബുദ്ധിമുട്ടും എന്നുള്ളതായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും? ഈ ഫൈൻ ആർട്സ് പോലും എന്താന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് എന്നെ ഇതിലേക്ക് ശരിക്കും എൻ്റെ ഒരു ചെറിയച്ഛനായിട്ടുള്ള ബാലമാഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അതായത് ചാലിശ്ശേരിയിൽ പിന്നെ ഒരു തുളസി ഒരു ആർട്സ് ഉണ്ട്. അത് ചെറിയച്ഛനായിട്ടുള്ള ഒരു ബാലമാഷാണ് അത് തുടങ്ങിയത്. ബാലൻ മാഷുടെ
മകളുടെ പേരാണ് ശരിക്കും തുളസി എന്ന്. ഈ അങ്ങനെയാണ് ഞങ്ങളവിടെ ആ സ്ഥാപനം. അപ്പോൾ അതിൽ ഞാനാണ് അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. ബോർഡ് എഴുതുക, ബാനർ എഴുതുക. ആൾ ഒരു ആർട്ടിസ്റ്റും പ്ലസ് ഡ്രോയിങ് മാഷുമായിരുന്നു കടവല്ലൂർ സ്കൂളിലെ ഡ്രോയിങ് മാഷുമായിരുന്നു. അപ്പോൾ ആളാണ് ഒരു തീരുമാനം എടുക്കുന്നത്, അജയൻ ശരിക്കും ഫൈൻ ആർട്സ് പഠിച്ചാൽ മതി എന്ന്. എനിക്ക് പോലും അറിയില്ല ശരിക്കും അതെന്താണ്, എന്ത് വിഭാഗമാണ്, അതായത് കലയുടെ നെക്സ്റ്റ് പഠന മേഖല ഉണ്ടോ, അതുപോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഫൈൻ ആർട്സിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടം ശരിക്കും ഒരുപാട് സുഹൃത്തുക്കളെ ചുറ്റുമുള്ള ആളുകളും സുഹൃത്തുക്കളും എല്ലാവരും വരയ്ക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളുടെ ഒപ്പമാണ് നമ്മൾ ഫുൾ ടൈം നിൽക്കുന്നത്. ഫുൾ ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അതിൽ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ AV ഗോകുൽദാസ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. ഒരാളാണ് പോയി തുടരും സിനിമ ഒക്കെ എഴുതിയ KR സുനിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്, മനസ്സിലായില്ലേ, ഫൈൻ ആർട്സിൽ. അപ്പോൾ സുനിലൊക്കെ അതിഭീകരമായ ആർട്ടിസ്റ്റാണ് അവരൊക്കെ. ഗോകുലും ഭീകരമായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരുമാണ് നമ്മുടെ സുഹൃത്തിൻ്റെ സിനിമയിൽ ഞങ്ങളൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സിനിമയുടെ പേരാണ് കുട്ടപ്പൻ സാക്ഷി. അത് കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമ, ഇപ്പോൾ ഗോകുൽ പിന്നെ അതൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ ഒരു സിനിമ ചെയ്തു. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. അതിൻ്റെ പേരാണ് സായാഹ്ൻ എന്നുണ്ട്. അപ്പോൾ ഗോകുൽ പിന്നെ അതിന് ശേഷം സായാഹ്നത്തിൻ്റെ ഭയങ്കര ടഫായിട്ടുള്ള വർക്കായിരുന്നു ശരിക്കും ഞങ്ങൾക്ക്. ഞാൻ ഒരു അസോസിയേറ്റായിട്ട് നിന്നു. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പയ്യനായിരുന്നു, അവനാണ് അതിൻ്റെ ഒപ്പം നിന്നത്. ഭയങ്കര ടഫായിട്ടുള്ള വർക്കായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് സിനിമയിൽ അത്രയും ടഫായിട്ട് നമ്മൾ തന്നെ പെയിൻ്റ് അടിക്കണം, ബാക്കി വർക്കുകൾ ചെയ്യണം, നാളെ ഷൂട്ടിന് വേണ്ടിയുള്ളത് ചെയ്യണം. പക്ഷെ ആ സിനിമയ്ക്ക് ആ വർഷത്തെ സംസ്ഥാന കലാസംവിധാനത്തിൻ്റെ അവാർഡ് ആ സിനിമയ്ക്കായിരുന്നു. നമ്മളത്രയും കട്ടപ്പണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ സിനിമയ്ക്ക്. അതായത് അതിന് ഇന്നത്തെ പോലെ നമ്മളൊരു പെയിൻറ്റിങ്ങിന് വേറെ ആളുകൾ, മോൾഡിങ്ങിന് വേറെ ആൾ, ഡമ്മിക്ക് വേറെ ആൾ, അതൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെ നൈറ്റ് ചെയ്യുന്നു, പകൽ ഞങ്ങൾ തന്നെ സെറ്റിൽ നിന്നിട്ട് ബാക്കി ചെയ്യുന്നു. വളരെ പരിമിതമായിട്ടുള്ള 3-4 ആളുകൾ മാത്രമേ അതിൽ ഇതിൽ വർക്ക് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടി. അതിനുശേഷം ഗോകുൽ പിന്നെ തമിഴിലേക്ക് പോയി. സാവു സുരുൾ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറായിരുത്തേക്ക് അവൻ കൂടുതലും പഠനത്തിനായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഇതുപോലെ നമ്പർ പ്ലേറ്റ് അടിക്കുക, ഫ്ലക്സ്, ആ പരിപാടിയൊക്കെ. ഫ്ലക്സ് ഇല്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു 14 വർഷം ആ നമ്മളുടെ ജീവിതോപാധി തന്നെ ആ ഒരു മേഖലയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടാവുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇനിയൊരു നെക്സ്റ്റ് ലെവൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചന. സത്യത്തിൽ അങ്ങനെ ഒരു ആലോചനകളില്ലാത്തൊരു മനുഷ്യനെ ഞാൻ. അല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അത് സിനിമ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അത് നമ്മളങ്ങനത്തെ ആളുകളുടെ ഒപ്പമായിരുന്നു ശരിക്കും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് എങ്ങനെ സിൻസിയറായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും, നമുക്കൊരു ആവേശമായിരുന്നു ശരിക്കും ഇങ്ങനെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ. ഞങ്ങൾക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞാനും ഗൂഗിളൊക്കെ അസിസ്റ്റൻ്റായിട്ടാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ സുനിൽ ബാബു അല്ലെങ്കിൽ മനു ജഗത്ത് അവരൊക്കെ ഞങ്ങളുടെ മാസ്റ്റേഴ്സായിട്ടുള്ള ആൾ. അപ്പോൾ അവരൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് അവരൊപ്പം നിന്ന് വർക്ക് ചെയ്യായിരുന്നു ഞങ്ങളൊക്കെ. പിന്നെ അതിന് ശേഷമാണ് ഞാനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. എന്നെ ഗൂഗിളൊക്കെ പറഞ്ഞിട്ടാണ് മനോജ് ഇവരൊക്കെ പറഞ്ഞിരുന്നു അജൻ ആർട്ട് ഡയറക്ടറായിട്ട് മാറണം. പക്ഷെ എനിക്ക് ഈ ആളുകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന് ഇതിനാക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എൻ്റെ ജോലി എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ മറ്റ് സാധനങ്ങൾ എനിക്കറിയാൻ ഇതിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അവരെപ്പോൾ പറയുമ്പോഴും ഞാനതിന്ന് മാറി പിൻവലിഞ്ഞു പോകും. അവർ എന്തോ ഏൽപ്പിച്ച പണി ചെയ്ത് അവസാനിച്ചിട്ട് ഇവിടെ ഷൂട്ട് എത്തുമ്പോഴും ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് മാറി അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തിരക്കുകളിൽ നിന്ന് മാറി
നിൽക്കാനുള്ളതാണ് എൻ്റെ ഒരു അന്നത്തെ ഒരു ഇത്. ആ ഒരു ആളാണ് ഇപ്പൊ നമ്മുടെ എത്രയോ ആളുകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു കോൺഫിഡൻറ്റ് ലെവൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ലെഫ്റ്റിലാണല്ലോ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും ആളുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ആ ഒരു ഇൻഹിബിഷൻ കൊണ്ടാണല്ലോ ആ ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് കുറച്ചൊരു വിമുഖത കാട്ടിയത്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യ സിനിമ ചെയ്തപ്പോൾ അതെങ്ങനെയായിരുന്നു ഇത്രയും ആൾക്കാർ മാനേജ് ചെയ്യുക? കാരണം ആ സിനിമ ഒരു രാഷ്ട്രീയം പറയുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിട മാത്രമല്ല, അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പം ഇത്രയും ആൾക്കാരെ നിയന്ത്രിക്കുക, അതും ആദ്യത്തെ സിനിമയിൽ, അത് ചേട്ടൻ എങ്ങനെയായിരുന്നു? അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അതോ ആ ഇൻഹിബിഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് വരുമായിരുന്നോ? അത് ഞാൻ എൻ്റെ കയ്യിലേക്ക് ശരിക്കും ഏൽപ്പിച്ച മാതിരിയുള്ളൊരു സിനിമ ഇത്. അതായത് അത് രാജപുത്ര രഞ്ജിതാട്ടനും ഗോകുല് ഒക്കെ ഗോകുലാണ് അതിനെ സജസ്റ്റ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് ഈ തിരക്കഥ വെച്ച് തന്നിട്ട് അജയ എന്നോട് കുറേ വരയ്ക്കാണ്ടെന്നാണ് സത്യത്തിൽ പറഞ്ഞത് അവർ. അപ്പം ഞാൻ വരയ്ക്കുക എന്നുള്ള സ്റ്റോറി അല്ല, എനിക്ക് അറിയില്ല സത്യത്തിൽ. തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു ഗൂഗിള്, അർജൻറ്റായിട്ട് വരണം, കുറച്ച് വരയ്ക്കാണ്ട് സ്റ്റോറി ബോർഡ്. അപ്പോൾ എനിക്കത് ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഇങ്ങനെ നമുക്ക് അത് കഥ പറഞ്ഞ് കേട്ട് അതിനനുസരിച്ച് വിഷ്വലുകൾ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ച് സ്കെച്ച് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിനാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ മൊത്തം ഇത് മാറിയത്. എനിക്കൊരു തിരക്കഥയുടെ ഒരു കോപ്പി എനിക്ക് തന്നിട്ട് അത് ചെയ്യാണ് നമ്മളെന്ന് പറഞ്ഞു. രഞ്ജിതേട്ടനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടറിനെ കണ്ടു. അപ്പോൾ നമ്മളിത് ആകെ ഇതായി. പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന പിന്നെ ഈ 12 ദിവസം മുന്നേ മാത്രം, അതായത് ആ സിനിമ തുടങ്ങാൻ 12 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ചിലപ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നു എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതായത് നമുക്കൊരു കഥ എഴുതാമല്ലോ, ജീവിതത്തിൻ്റെ ഒരു കഥ നമുക്ക് എഴുതാൻ പറ്റും, പിന്നെ വരുന്ന കഥകളാണ് ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റാത്തത്. ആ ഒരു സിനിമ ഞാൻ എന്തായാലും പൂർത്തീകരിക്കുന്ന ഒരു കോൺഫിഡൻറ്റ് മാതിരി എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലടക്കം പറഞ്ഞത് ഞാൻ ഒരു സിനിമ ചെയ്യാണ്. എൻ്റെ വൈഫ് സബിതയോടൊക്കെ പറഞ്ഞ് ഒരു സിനിമ ഞാൻ ചെയ്യാണ്. ആ സിനിമയുടെ ഇടയിൽ നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളത് എന്നെ വളരെ സൗമ്യമായിട്ട് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ പലതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലോ അവിടെയൊക്കെ നമ്മൾ കേൾക്കേണ്ടതാത്ത. അപ്പോൾ നമ്മൾ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇതാക്കാം. പക്ഷേ എനിക്കത് അത്യാവശ്യം ലൊക്കേഷനൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. 130 സംതിങ് ലൊക്കേഷനിലും ഷെഡ്യൂളുകളായിട്ടുള്ള അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു, ടഫായിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റി. അതെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതാക്കാൻ പറ്റി. ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ്റെ അച്ഛനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം മകൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന ഒരു കലാസംവിധായകൻ എന്നുള്ള ലേബൽ അല്ല, അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല ശരിക്കും. അച്ഛനൊന്നും അത് ചെയ്യുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ അച്ഛൻ്റെ അങ്ങനെ, കാരണം നാട്ടിലെ ഒരു ബസ്സിന്റെ പേരാണല്ലോ അതിനകത്ത് ഫ്ലാഷ് ബാക്കിൽ ഇട്ടിരിക്കുന്നത് അല്ലേ, നാട്ടിലൂടെ പോകുന്ന. അത് ശരി, അത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അത് ഗൂഗിളിലൊക്കെ ഇപ്പൊ ആരോ എടുത്തിട്ടുണ്ട്, ഓൾഡ് ബസ്സസ് ഇൻ കേരള എന്നൊക്കെ പറയുമ്പോൾ ഈ ഗൂഗിളിലൊക്കെ ഇത് വരുന്നുണ്ട്. നാട്ടിലൂടെ എൻ്റെ ഒക്കെ ചെറിയ കാലഘട്ടത്തിൽ ചാലിശ്ശേരിക്കാർക്ക് ശരിക്കും അത് അറിയാം ആ ഒരു ബസ്. അപ്പൊ അത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ജനറേറ്റർ കയറ്റി വെച്ച ഒരു നിർത്തിയിട്ട ഒരു ബസ്സിൻ്റെ സൈഡൊക്കെ പൊളിച്ചു മാറ്റി അതിൽ ഷട്ടർ ഫിറ്റ് ചെയ്തു, അതിൽ സീറ്റ് ഫിറ്റ് ചെയ്തു, അതിൻ്റെ ഫ്രണ്ട് മാറ്റി അത് ഓടാവുന്ന കണ്ടീഷനിലാക്കി തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിൽ എത്തിച്ചിട്ടാണ് നമ്മളത് ആ ബസ്സിൻ്റെ വിഷ്വൽ ഷൂട്ട് ചെയ്തത്. അതിന് 3 ദിവസം കൊണ്ടാണ് ആ ഒരു ബസ്സിൻ്റെ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ വർക്ക്ഷോപ്പിലത്തെ ആളുകളെ അവിടെ തന്നെ രാവും പകലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ ആ ബസ് ഇറക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാനേജ്മെന്റിലും ചേട്ടൻ കോൺഫിഡൻ്റ് ആയല്ലേ? ഉറപ്പായിട്ടും. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഇടുക്കി ഗോൾഡ് ചെയ്യുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവിൻ്റെ ആ സെറ്റ് ഉണ്ടല്ലോ, അപ്പം ആ സെറ്റ് ഇടാനുള്ള ഒരു ബാലപാഠങ്ങൾ ചേട്ടൻ ഇവിടെ നിന്നാണോ കിട്ടിയത്? അല്ല, അത് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ കുറേ ഇത് പറയാനുണ്ട്. ഞാൻ ശരിക്കും ആ മഞ്ഞുമൽ ബോയ്സിലൊക്കെ അതിൻ്റെ മെയിൻ ഒരു പോർഷനിൽ ഞാൻ ഈ സുനിൽ ബാബു എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ അത് ഭയങ്കര ഒരു ഹൈഡായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും ഇപ്പം നമ്മൾ ഈ ഗുണാക്കേവുമാരിയുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ട് അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലം
എങ്ങനെ മേക്ക് ചെയ്യാന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. അത് ഇത്രയും വലിയൊരു സ്ഥലം നമ്മളെ കാണിച്ച് ഇപ്പോൾ ഡയറക്ടറും ചിദംബരം നമുക്കിത് സെറ്റ് ഇടലാണ് നല്ലത് എന്നുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ് നമ്മുടെ ഒരു തീരുമാനം. കാരണം വെച്ചാൽ അവിടെ കുറേ ദിവസം ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് നമുക്ക് അത്രയും ദിവസം ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളതാണ്. അതിനുശേഷം അത് സെറ്റ് ഇടുക എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലം നമ്മളെ കാണിച്ചിട്ട് മൊത്തം ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തുമ്പോൾ അപ്പോൾ എനിക്കും അതിലേറെ കോൺഫിഡൻസ് ആണ് എനിക്ക്. ഇത് നമുക്ക് സമയം അതിന് പറ്റുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ഇത് ഉണ്ടായാൽ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വളരെ കുറവാണ്. തെലുങ്ക് സിനിമയുടെ പോലെ വലിയൊരു ബഡ്ജറ്റിലല്ല നമ്മുടെ മലയാള സിനിമ പോകുന്നത്. വളരെ ചുരുങ്ങിയ പൈസയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നല്ലൊരു പ്രൊഡ്യൂസറും അതിനൊരു സമയ കാലഘട്ടവും ഉണ്ടെങ്കിൽ പലതും ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും. അതിൽ മലയാളത്തിലെ മികച്ച ആർട്ട് ഡയറക്ടർമാരുള്ള ഒരു സ്ഥലമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതിൽ ഒരാൾ എന്നുള്ളതിലാണ് എനിക്കും സന്തോഷമുള്ളൂ. നമുക്ക് ഇത് മാത്രമാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ മുന്നിൽ എന്തും വലിപ്പമുള്ളതോ ഭയങ്കര ഡീറ്റെയിൽ കൂടിയതോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ഇപ്പം ഞാൻ ഒരു 19ാം നൂറ്റാണ്ട് പറഞ്ഞ സിനിമ ചെയ്തു. അതില് വളരെ നമ്മൾ ഒരേ സമയം തന്നെ 8-10 സെറ്റുകൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ആ സിനിമ ഞാൻ കണ്ടപ്പോൾ ഇപ്പൊ ഞാൻ പത്മനാഭസ്വാമി കൊട്ടാരം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ക്ഷേത്രവും കണ്ടു, കൊട്ടാരവും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഗൈഡ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണിച്ചു തരുമല്ലോ. ഇതാണ് രാജസദസ്സ്, ഇവിടെയാണ് രാജാവിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്ഥലം. അപ്പം ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അത് വളരെ എലഗൻ്റ് ആണ്, അതേസമയം വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നി 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജസദസ്സിന്റെ ദർബാർ ഹാളാണ് അവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ദർബാർ ഹാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൊട്ടാരത്തിൽ കണ്ട ആ രാജസദസ്സിൽ നിന്ന് എൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ആ സിനിമയെ കണ്ടപ്പോൾ തോന്നിയത്. അതെന്താണ് അങ്ങനെ ഒരു അത് ശരിക്കും ആ ഒരു സിനിമാറ്റിക് വെർഷൻ ഉണ്ടാവും എല്ലാത്തിനും. നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഒറിജിനൽ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ വൈദ്യുതി എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ കാലഘട്ടത്തിൽ ആ കൊട്ടാരത്തിൽ ഒരു വൈദ്യുതിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിളക്കുകളായാലും ഇതിനൊക്കെ നമ്മൾ ആ ഒരു സിനിമാറ്റിക് രൂപം വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി കുറച്ച് വലിപ്പം കൊടുക്കും നമ്മൾ എല്ലാ സ്ഥലത്തിനും. ഇപ്പോൾ ഗുണാക്കേവ് ആണെങ്കിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട തരത്തിലേക്കുള്ള വലിപ്പം നമ്മൾ സെറ്റ് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ സൈസിൽ തന്നെ ഒറിജിനൽ ഗുണാക്കേവിൻ്റെ ഇൻറ്റീരിയർ സൈസിൽ ഉണ്ടാക്കിയാൽ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊന്നും അത്രയും സ്ഥലങ്ങളില്ല, തല തട്ടിപ്പോവും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അവർ ആ വലിച്ചെടുക്കുന്ന കുഴിയുടെ ഒക്കെ ഭാഗമല്ലേ, അതിൻ്റെയൊക്കെ തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ നമ്മുടെ തല മുട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ഇടുന്നത്. അപ്പോൾ അത് കൂടി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു സിനിമയ്ക്കായിട്ട് കുറച്ചും കൂടിയും അത് ജയൻ രൂപത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. നമ്മളൊരു കൊട്ടാരം എന്നുള്ള ഒരു വിഷയിലേക്ക് വരുമ്പോൾ അത് ഇതാക്കാം. അത് പൂട്ടിക്കിടക്കുന്ന മലബാർ അതിലാണ് നമ്മൾ സെറ്റ് ഇട്ടത്. അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പാലക്കാടുള്ള ഒരു ഇതാണ്. അതൊക്കെ വെട്ടിത്തെളിച്ച് അതിലെ പൊന്തക്കാടൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലാണ് കൊട്ടാരം. അതിൻ്റെ ആ സോങ് സീനുകൾ, ജയില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിലെ നമ്മൾ ഇതായിട്ട്. ഇപ്പം 1800 കാലഘട്ടമാണ് അത് കാണിക്കുന്നത്. അപ്പം പൊതുവേ നമ്മൾ അത്രയും ഒരു പിന്നിലേക്ക് പോയ കാലഘട്ടം നമ്മൾ റിക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ വളരെ ടഫാണ്. അതുപോലെ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയും വേണം. എന്നാലും നമ്മളൊന്നും ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സംഭവം നടന്നതെന്ന് കണ്ടിട്ടില്ല. ഇതുപോലുള്ള ഹെറിറ്റേജ് വിസിറ്റിലൂടെയാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പം ചില സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ട്രോയ്, ഗ്ലഡിയേറ്റർ, അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആ കാലഘട്ടം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയ സ്വാതി തിരുനാൾ എന്നൊരു സിനിമയുണ്ട്. ഇപ്പോൾ ആ സിനിമയൊക്കെ കാണുമ്പോഴാണ് എങ്ങനെയാണ് രാജാവിൻ്റെ രാജസദസ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഈ ഒരു സെറ്റ് ഇട്ടപ്പോൾ വിനയൻ എന്നൊരു സംവിധായകൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ. ഇതിപ്പം അത്ഭുത വിളക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇപ്പം ആകാശഗംഗ എന്നുള്ള സിനിമയിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. അത് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിച്ച് കാണിക്കണം, കുറച്ചുകൂടെ ഒരു പൊലിമ വേണം. അത് റിയലിസത്തിൽ നിന്ന് കുറച്ച് മാറിയാലും പ്രശ്നമില്ല, കുറച്ചൊരു പൊലിമ വേണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നോ? എന്നെ
ഞാൻ ഇപ്പോൾ വിനയൻ സാറിൻ്റെ ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്ന ഒരു സിനിമകളാണ് ആളുടെയൊക്കെ, അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ ചില ഹിറ്റായിട്ടുള്ള പല ആളുടെ സിനിമകളിലൊക്കെ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാവുന്ന സിനിമകളാണ് വിനയൻ സാറിൻ്റെ. അതെ അതെ. ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എന്നെ ഒരു ദിവസം വിളിക്കുന്നു, അജയനല്ലേ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, അജയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ സിനിമകളൊക്കെ ആയ കാരണം ഞാനും അത് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ അത് വേറെ റെക്കമെൻഡും ഇതൊക്കെ ആയിട്ടാണ് ഞാനത് ഇതാക്കുന്നത്. പക്ഷേ വളരെ ഇതായിട്ടുള്ള ഒരു ഡയറക്ടറാണ്, എനിക്ക് വളരെ കംഫർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ആർട്ട് ഡയറക്ടർമാരൊക്കെ അയാളൊപ്പം ഒരു 10 പടങ്ങൾ 12 പടങ്ങളൊക്കെ അങ്ങനെ ആൾ പറയാ, ഇന്ന ആൾ എൻ്റെ ഒപ്പം 10 പടം ചെയ്തിട്ടുണ്ട്, ഇന്ന ആൾ എൻ്റെ ഒപ്പം 12 പടം ചെയ്തിട്ടുണ്ട്, അങ്ങനെ അത് പറയാം. അപ്പം ഞാനാണെന്നുവെച്ചെങ്കിൽ എനിക്ക് പുതിയൊരു ഇതാണ്. അപ്പോൾ എന്നോട് സാർ ഇതൊക്കെ എന്നെ ഇതൊക്കെ പറഞ്ഞു തന്നു. നമ്മളൊക്കെ അതിൻ്റെ വരച്ചും വിഷ്വലുകളും ഇതൊക്കെ ആക്കി കാണിച്ചു. പിന്നെ എന്നെ ഭയങ്കര വിശ്വാസമാണ് ശരിക്കും. സെറ്റുകളായോ അതൊന്നും ചോദ്യം ഉണ്ടാവില്ല, ആൾക്കറിയാമെന്ന് തോന്നുന്നു, എന്തോ ഒരു വിശ്വാസമുണ്ട്. അവിടെ വരുമ്പോൾ കൊട്ടാരമായി ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻസിൻ്റെ സ്ഥലമായി കാണും. എനിക്ക് അതായത് അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. എന്നോട് അത് കഴിയില്ലേന്നോ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. അത് കോവിഡിൻ്റെ ഒക്കെ ഭയങ്കര കടുത്ത ഇതിൻ്റെ ഇടയിലാണ് അത് ചെയ്ത് അവസാനിപ്പിച്ചത്. കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരു സെറ്റ് ഇടുന്നതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പോയിട്ട് പല പല സ്ഥലങ്ങളും കാണണം. പിന്നെ ഓരോ സെറ്റുകളും ചിലപ്പോൾ 30 ദിവസത്തെ സെറ്റ് വർക്കും 1-2 ദിവസത്തെ ഷൂട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. 30 ദിവസം സെറ്റ് വർക്ക് ചെയ്തിട്ട് 1-2 ഷൂട്ട് കഴിഞ്ഞിട്ട് പൊളിച്ചു കളയും. അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു. വിഷ്വലുകൾ അത്രയും ആവശ്യമുള്ളൂ അതിന്. അപ്പോൾ അതിലൊരു നെയ്ത്ത് ശാല ഉണ്ടാക്കിയത് അതൊരു 28 ദിവസം കൊണ്ടാണ് നമ്മളത് ആ നെയ്ത്ത് ശാലയുടെ തറി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു. അതായത് അതിൽ നെയ്യുന്ന പോലെ ഒരു നെയ്ത്ത് തറി കണ്ട് നമ്മളതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഉണ്ടാക്കി അതേപോലെ സെറ്റ് ചെയ്തു. പക്ഷെ അത് സിനിമയിലൊക്കെ അത് അവിടെ നമുക്ക് 1 ദിവസം 1.5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളത് പൊളിച്ചു കളയാം. അങ്ങനെ പല പല സീനുകളും അതൊക്കെ ഇത്രയും ദിവസം എടുത്ത് പൊളിച്ചു കഴിയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കും ശരിക്കും. എനിക്ക് മഹേഷിന്റെ പ്രതികാരം മുതൽ നമ്മളത് പൊളിച്ചോന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഇറങ്ങി പോകാറ് പതിവ്. പിന്നെ അന്ന് നമ്മൾ പിന്നെ അവിടേക്ക് ആ ഭാഗത്തേക്ക് നോക്കില്ല, ആ ഭാഗത്തേക്ക് അതിനെ പറ്റി ചിന്തിക്കില്ല. നമുക്കൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരിക്കും. അത് ആ സിനിമയിൽ അത് ആടി തിമിർത്തതിന് ശേഷം അങ്ങനെ ഒരു സ്പേസേ ഇല്ലാതാവാണ് ഞങ്ങളുടെ മുന്നിൽ. അത് ശരിക്കും ഞങ്ങൾ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ളതിൽ നമുക്കത് ഭയങ്കര ഒരു സാഡ്നെസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ല. പല സെറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ സ്ഥലം ക്ലീനാക്കി നമ്മളത് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആളുകളിൽ അവിടുന്ന് നമ്മൾ മാറ്റുക. അതിൽ ഇപ്പോൾ പല സ്ഥലങ്ങളും ഇത് മാത്രമല്ല, ഏത് സിനിമയിലും ആ സെറ്റിട്ട സ്ഥലം അതേപോലെ തിരിച്ചാക്കിയതിന് ശേഷമാണ് നമ്മളവിടുന്ന് ആളുകളെ മൊത്തം. ഇപ്പോൾ 4 കോടി ബഡ്ജറ്റിലാണ് ആ ഗുണ കേവ്സ് ഉണ്ടാക്കിയത്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ഭാസി കുഴിയിൽ വീണപ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയായിരുന്നു ചേട്ടനെന്ന്. ആ ഒരു വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഴി വീണ പോലത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പം ഇത്രയും സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ഗുണ കേവ്സിനെ പുനഃസൃഷ്ടിക്കുക, ഡെവിൾസ് കിച്ചനെ പുനഃസൃഷ്ടിക്കുക, പിന്നെ ആ സെറ്റ് പൊളിച്ച് കളയുക. ആ ഒരു നമ്മളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇപ്പോൾ സിനിമ ഓക്കെ ശരി തന്നെയാണ്, സിനിമ ഒരു ടോട്ടാലിറ്റിയുള്ള ഒരു ആർട്ടാണ്. പക്ഷെ നമ്മൾ ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അത് പൊളിച്ച് കളയുമ്പോൾ എന്താ പറയാ, അത് നമുക്ക് ഒരു സങ്കടം ഉണ്ടാക്കിയിരിക്കും ശരിക്കും. പക്ഷെ നമ്മൾ ആ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും അതിന്. അതിഭീകര കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അത്തരം ഇതിലൊക്കെ. നമ്മളത് ഒരിക്കൽ പോലും നമ്മൾ എന്നും കേവ് ചെയ്യുന്ന ആളൊന്നല്ല എനിക്ക് എൻജിനീയറിംഗിൽ അല്ലെങ്കിൽ ആർക്കിടെക്ട് അങ്ങനെ ഒന്നുമല്ല നമ്മൾ. പക്ഷെ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതെങ്ങനെ നിർത്തണം, ഈ പുറത്തേക്ക് തള്ളി വന്നത് എങ്ങനെ അവിടെ ലോഡാവും, എത്ര ലോഡ് അവിടെ വരാൻ സാധ്യതയുണ്ട്, അവിടെ ഉപയോഗിക്കേണ്ട ഫൈബറിന് തരം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം, ആ മെറ്റീരിയലിൻ്റെ വെയിറ്റ് എത്ര, ആ വെയിറ്റ് അതിന് മുകളിൽ താങ്ങാൻ എന്ത് ചെയ്യണം. നമ്മൾ ആ കാലഘട്ടത്തിൽ 2 മാസം കൊണ്ടാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തത്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉറക്കമൊക്കെ ശരിക്കും അതിൻ്റെ ഇതിലായിരിക്കും. മൈൻഡിൽ കംപ്ലീറ്റ് ആ മെറ്റീരിയൽ എന്ത് യൂസ് ചെയ്യണം, അതിനെന്ത് കളറ് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ
ആളുകളുടെ എന്തെങ്കിലും തട്ടിയാലോ പിടിച്ചാലൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ സെറ്റിലൊക്കെ കാണാം. പ്ലാസ്റ്റർ പാരീസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടർന്നു പോകുന്ന വെള്ള കളറുകൾ ഇങ്ങനെ കാണാം സെറ്റിലൊക്കെ, ഇങ്ങനെ പാച്ചൊക്കെ ആയിട്ട് പോലും. ഈ സിനിമയുടെ നമ്മൾ ഗുണ കേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ജോയിൻറ്റുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആളുകളോടും പറഞ്ഞിട്ടുണ്ടാവും. എത്ര ഹൈറ്റിലാണെങ്കിലും അത് ഷീറ്റുകൾ, നമ്മൾ ഈ ഫൈബർ കാസ്റ്റ് ചെയ്ത ഷീറ്റുകൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റ് നമ്മൾ അറിയാത്ത തരത്തിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് കാരണമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാഞ്ഞത്, അതായത് എവിടെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് എന്നുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ അത്രയും ഡീറ്റെയിലുകൾ നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽ വന്നപ്പോൾ അതിൻ്റെ റിയാലിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ വെള്ളമൊക്കെ വന്ന് ഫുൾ ആ കുഴിയിലേക്ക് ഒഴുകുന്ന ഒരു വിഷ്വല് ഉണ്ട്. ആ വിഷ്വലുകൾ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് പോലും വളരെ അത്ഭുതം, ഇത് എങ്ങനെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് പോലും അത്ഭുതമാണ്. ആ വിഷ്വലൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ പോയി, ആ സൗബിനൊക്കെ വെള്ളത്തിന് തടുത്തു നിർത്തുന്നു. നമ്മൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ആ സിനിമ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടാക്കും. അത് തന്നെയാണ് നമ്മളതേപോലെ തന്നെയാണ് നമ്മളിത് ചിത്രീകരിക്കുമ്പോഴും ഞങ്ങളുടെ ടീമുകൾ, ഇത്രയും ടീമുകളും ഞങ്ങൾ അതിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നണിയിലും ഞങ്ങൾ ഒരുപാട് ആളുകളുടെ ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കേണ്ടത്. അത് ആളുകളെല്ലാവരും അത് തിരിച്ചറിയുന്നു, അത് ഞങ്ങളൊക്കെ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ബാക്കി അതിൻ്റെ ഹാപ്പിനെസ് വരുന്നത്. ഇപ്പോൾ ആ സെറ്റ് പൊളിച്ച് കളയുന്ന ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ചേട്ടന് രാത്രി ഉറങ്ങാൻ പറ്റിയായിരുന്നോ? അല്ല, അത് എന്നെ സംബന്ധിച്ച് അതിപ്പോൾ ഞങ്ങൾ ഒരു സാധാരണ ഒരു ഇതായി. ഇപ്പോൾ അതായത് സെറ്റ് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയായാലും അത് ഇതാണ്. പിന്നെ പല ആളുകളും ആ സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് വൈറലായി ഭയങ്കര ഹിറ്റായി എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ചോദിച്ചു, അത് സെറ്റ് പൊളിച്ചോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഒരു വട്ടം ഇതാകാൻ പറ്റും. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടോ. അതിനുശേഷം നമ്മുടെ നാട്ടിലൊക്കെ പട്ടണങ്ങളിലൊക്കെ കണ്ടില്ലേ ഗുണ കേവ് വരുന്നു നിങ്ങളുടെ നാട്ടിലെന്നൊക്കെ കണ്ട്. അത് എന്തോ ഒരു ഗുണ കേവ് അതൊരു ബ്രാൻഡായി മാറി. ആളുകൾക്ക് എവിടെ വന്നാലും അത് കുട്ടികളുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോവുക. അതിലൊക്കെ എൻ്റെ കുന്നംകുളത്തും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അത് എന്താണ് അവർ ചെയ്യാൻ പറ്റിയെന്ന് ഉള്ളത്. പിന്നെ എന്നോടും കൊച്ചിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ 2-3 ഈവൻ്റൊക്കെ ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ ബാഹുബലിയുടെ സെറ്റ് പൊളിച്ചിട്ടില്ല, അപ്പോൾ സർക്കാരുമായിട്ട് ആലോചിച്ച് അതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുക, അത്തരം ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ അതൊന്നും പ്രാവർത്തിക ചെറിയൊരു പരിപാടിയല്ല. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് അതിനു വേണ്ടി ഹോൾഡ് ചെയ്തിടണം. അത് പിന്നെ അതിനു വേണ്ടി തയ്യാറാവുന്ന ഇത് വേണം. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് അതിന് വേണ്ടി പറ്റുന്ന ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സെറ്റ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇത്രയും ആഴത്തിലുള്ള കുഴി കുഴിക്കണം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ നാട്ടുകാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരെയോ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാവുകയോ? അങ്ങനെയൊന്നും അതിനുണ്ടാവില്ല. ഇത് പ്രൈവറ്റ് ഇതിലാണല്ലോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നും. നമ്മൾ ഇപ്പോൾ ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ തന്നെ നമ്മളിത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്, ഇങ്ങനെ നമുക്ക് കുഴിക്കണം, ഇങ്ങനെ കുഴിച്ച് കഴിഞ്ഞ് നമ്മളിത് സിനിമ കഴിഞ്ഞതിന് ശേഷം മൊത്തം സെറ്റ് പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തരും എന്നുള്ളത് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടാകും എല്ലാത്തിലും. അങ്ങനെ തന്നെ നമ്മളത് പ്രോപ്പർ ഇതിലാണ് എങ്കിലാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഇതിനും അങ്ങനെ വെക്കാത്തതൊക്കെയാണ് ചിലതൊക്കെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ചേട്ടാ, ഇപ്പോൾ നമ്മളെ ഈ സിനിമയിലൊക്കെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഇടുക്കി ഗോൾഡിലെ കഞ്ചാവ് തോട്ടമാണ്. ആ കഞ്ചാവ് തോട്ടം ഉണ്ടാക്കിയെടുത്തത് ചേട്ടനാണ്. അപ്പോൾ ഈ കഞ്ചാവ് തോട്ടം എങ്ങനെയാണ് ചേട്ടൻ റിക്രിയേറ്റ് ചെയ്തെടുത്തത്? അത് ആ സിനിമയ്ക്ക് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു ലെഫ്റ്റിൽ നിൽക്കുമ്പോഴാണ് ആഷിക്ക് വിളിക്കുന്നല്ലേ. അത് ആ സിനിമ ഈ ചോദ്യം കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ഡൗട്ട് വരും. അപ്പോൾ എന്നെ അതിലേക്ക് അതിൻ്റെ ആർഡർ ആഷിക്കോട് പറയുന്നത് ബാക്കി എല്ലാ ആളുകളുടെയും ആഷിക്ക് വെച്ചോ, പക്ഷെ അതിൻ്റെ ആർഡറിന് ഞാൻ തരാമെന്ന് രജപുത്ര രഞ്ജിത്തേട്ടനാണ്. ലെഫ്റ്റ് റൈറ്റ് കഴിഞ്ഞ ഉടനെയാണ് ആളുടെ പിന്നത്തെ നെക്സ്റ്റ് പ്രൊജക്റ്റാണ് ഈ പടം. അപ്പോൾ ആൾ പറഞ്ഞത് ബാക്കി തന്നെ ഇതാകും, പക്ഷെ ആർഡറിന് രഞ്ജിത്തേട്ടനാണ് പറയുന്നത്. അതായത് ഞാൻ വേറൊരു ആർഡറിന് തരാമെന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്.
അപ്പോൾ അതും അത്യാവശ്യം ഹെവി വർക്കായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെ വർക്ക് ഹെവി വർക്കായിരുന്നു. അതിൻ്റെ ഇതാണ് ഒരു മെയിൻ സംഭവമാണ് അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരു തോട്ടത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടം പോയിട്ട് ഒരു ഇതും കണ്ടില്ല. നമ്മളതിന് പഠനം നടത്തുന്നു. ഒരുപാട് ആളുകളെ പഴയ ഇതിലൊക്കെ പിടിച്ച കേസുകളിലൊക്കെ പിടിച്ച ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആളുകളിനൊക്കെ ആയിട്ട് ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇടുക്കി പരിസരങ്ങളിലൊക്കെ മുന്നുണ്ടായിരുന്ന പല ആളുകളെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യാൻ. എൻ്റെ വിചാരം ആദ്യമൊക്കെ ഇത് മലഞ്ചെരുവ് കാടിൻ്റെ ഉള്ളിലാണെന്ന് അറിയാം, പക്ഷെ കാടിൻ്റെ ഉള്ളിൽ മലഞ്ചെരുവിലോ അങ്ങനെ കാടിൻ്റെ ഉള്ളിലായിട്ട് പക്ഷേ ഇതൊരു വെളിമ്പ്രദേശം മാതിരിയുള്ള ചെരുവുകളിലാണ് കൃഷി ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് അത്. അതിനെപ്പറ്റി ഇത് കുറേ പഠിച്ചു ഇതായി. നമ്മളത് പിന്നെ അതിൻ്റെ ഒരു വർഷം നമ്മളൊരു പ്ലാസ്റ്റിക് മോഡല് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈനയിലത്തെ ഒരു കമ്പനിക്കാണ് അതിൻ്റെ ഒരു ഓർഡർ ഇതാക്കിയത്. എന്നിട്ടൊരു ഏകദേശം ഒരു 1.5 മാസം കൊണ്ടാണ് നമുക്ക് ആദ്യം ഒരു സാമ്പിൾ ഉണ്ടാക്കി തന്നവർ. നമ്മളതിൻ്റെ ഹൈറ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം മേക്ക് ചെയ്തിട്ട്. എന്നിട്ട് അത് വെച്ച് അവരത് ഉണ്ടാക്കിയിട്ട് 1.5 മാസം. എന്തുകൊണ്ടാണ് ആ ചെടികൾ? അതൊരു സിന്തറ്റിക് ക്ലോത്ത് എന്ന് പറഞ്ഞൊരു ഇതാണ് അത്. അതിൻ്റെ ഇലകളൊക്കെ അത് വെച്ചിട്ടാണ് അവർ അത് ചെയ്തത്. എന്നിട്ട് മരക്കമ്പുമാരുള്ള ഒരു ഇതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 1 ഏക്കർ 1.5 ഏക്കറിൻ്റെ അടുത്ത് നമ്മളതിങ്ങനെ. അപ്പോഴും ഈ സാധനം വരുമ്പോഴും നമ്മളൊരു മലഞ്ചെരുവ് കംപ്ലീറ്റ് കുഴികളൊക്കെ വെച്ച് ഇതിനിങ്ങനെ തടം വെച്ച് വെള്ളം ഉള്ള സ്ഥലമാവണം. അങ്ങനത്തെ സ്ഥലത്ത് നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്ത് ഓരോ തൈനും ഇത്ര ഗ്യാപ്പ് വേണം, അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ടെയ്നർ വന്ന് ചൈനയിൽ നിന്നുള്ള കണ്ടെയ്നർ വന്നപ്പോൾ അതിനനുസരിച്ച് ആ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് നേരെ അവിടെ നിന്ന് കണ്ടെയ്നർ അവിടെ വന്നു. നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്ന് പോകണം, അല്ല വണ്ടി അവിടേക്ക് പോവില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇടുക്കിയിൽ സെറ്റ് ഇട്ടുണ്ട് ആ സാധനം. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ 2 കിലോമീറ്റർ നടന്നിട്ട് വരണം, വണ്ടി പോവില്ല. അതായത് മലഞ്ചെരുവ് കൂടെ ഒറ്റയടി പാതയിൽ കൂടെ പോയി അവിടെ നമ്മളത് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. അല്ല ചേട്ടൻ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ കഞ്ചാവ് തോട്ടം കാണുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, പക്ഷേ സിന്തറ്റിക് ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ അതാണെന്നറിയാം. ഇത്ര സജീവമല്ല ശരിക്കും, സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷെ എല്ലാ ആളുകൾക്കും അങ്ങനെ ഉപയോഗിക്കാനുള്ള തരത്തിലായില്ല അത്. ഇന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒന്നുകൂടി ആളുകളതിൽ എന്നും കേസുകൾ പിടിക്കുന്നു ഇതൊക്കെ. അതെ അതെ അതെ. അല്ല അന്നും ഈ ഇടുക്കി ഗോൾഡ് പോലത്തുള്ള കഞ്ചാവ് എനിക്കൊന്ന് ആ സമയത്തൊക്കെ ഇടുക്കിയിൽ ഭയങ്കര സജീവമാണെന്ന് തോന്നുന്നു. ഇടുക്കി ഗോൾഡ് ആ ഒരു ഏരിയക്ക് പറയുന്ന ഒരു ഇതാണ് ശരിക്കും. അവിടെ ഒരു ഏരിയയിലത്തത് വേൾഡിൽ ഏറ്റവും നല്ലത്. പക്ഷെ അവിടെ അങ്ങനെ ആ സ്ഥലത്തൊന്നും ഇപ്പോൾ ഉള്ളതായിട്ടില്ല. അതൊക്കെ വീടുകളും ഇതൊക്കെ മാറി എന്ന് തോന്നുന്നു. ഇടുക്കി പഴയ ഇതല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. ചേട്ടാ, ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിൽ അപർണ ബാലമുരളി അഭിനയിച്ച ജസ്ന എന്ന നായിക കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് ഫഹദ് ഫാസിൽ ഈ അപ്പുപ്പൻ താടികൾ ഇങ്ങനെ വാരി വിതറുമല്ലോ, ആ ഒരു സീൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ സീൻ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ആശിച്ചു പോവും, നമ്മളുടെ മുഖത്തേക്കാണ് ആ അപ്പുപ്പൻ താടികൾ വന്ന് വീഴുന്നതെന്ന്. ആ അപ്പുപ്പൻ താടി മുഴുവൻ ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത അപ്പുപ്പൻ താടിയാണ്. അത് മഴക്കാലത്തായ കാരണം നമുക്കത് അങ്ങനെ ചെയ്യണം. ഞാൻ ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ ഇന്റർവ്യൂ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ അപ്പുപ്പൻ താടി എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അപ്പുപ്പൻ താടി എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതെന്താണ്? ഡയറക്ടർ ശ്യാം പുഷ്കർ അവരൊക്കെ ഇല്ലേ, അതിന്റെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുണ്ട്, അവരാണ് അതിൽ ആ ഒരു സാധനം വേണമെന്ന് മസ്റ്റായിട്ടുള്ള ഒരു ഇതായിരുന്നു. അല്ല അവിടെ ഈ അപ്പുപ്പൻ താടിയും ഇടുക്കിയിലെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് ശ്യാം പുഷ്കറിനോട് ചോദിക്കുന്നുണ്ട്. ആണോ? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇടുക്കിയിലെ പെൺകുട്ടികളൊക്കെ അവരുടെ തലയിൽ ഹെയർ ബാൻഡിൽ ഇങ്ങനെ അപ്പുപ്പൻ താടി പോലെ എന്തോ ഒരു സാധനം, അപ്പുപ്പൻ താടികൾ ഇങ്ങനെ അവരുടെ ഒരു ഹെയർ ബാൻഡിൽ ഇങ്ങനെ വന്ന് വീഴാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് എനിക്കറിയില്ല. ചേട്ടാ, ഈ മഹേഷിന്റെ പ്രതികാരത്തില് ആ ഒരു സ്റ്റുഡിയോ ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ചുമരാണ് അല്ലേ ആ മഹേഷിന്റെ പ്രതികാരത്തിലെ ആ ഒരു ബേബി അല്ലേ, ബേബി ആർട്സ് എന്ന് പറയുന്നത്. അവിടെയും ചേട്ടൻ ഈ തുളസി ഡിസൈൻസ് ഒക്കെ എഴുതി വെച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കാലം ബാനർ എഴുതിയുള്ള ചുമരിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ, അത് ഈ കാലഘട്ടത്തിലത്തെ ആളുകൾക്കൊന്നും ശരിക്കും അറിയാൻ സാധ്യതയില്ല. പുതിയ പയ്യന്മാർക്ക് അത് എഴുതിയിട്ട് ആ ചുമരിൻ്റെ മുകളിൽ ആണി അടിക്കും. നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് വലിച്ച്
4 സൈഡും അടിച്ചതിന് ശേഷമാണ് അതിൽ ബാനർ ഇങ്ങനെ എഴുതുക. ഈ ബാനർ എഴുതുമ്പോൾ ബാനറിൻ്റെ മുകളിൽ തുണിയിൽ നിന്ന് ചുമരിലേക്ക് ഇങ്ങനെ പിടിക്കും. ആ എഴുതുന്ന സ്ഥലം മാത്രം ഈ എമൽഷൻ ആയാലോ അല്ലെങ്കിൽ കളർ പെയിൻ്റ് ആയാലോ ഒക്കെ അതിൻ്റെ ബാക്കിലേക്ക് പിടിക്കും. അത് കുറേ കാലം കൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ച് കട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ചുമരിൽ പലതരം അക്ഷരങ്ങളുടെ അപൂർണങ്ങളായ സമ്മേളനം, അങ്ങനെ ഓരോ പാർട്ടിയുടെ ഇതിൻ്റെയും പല ഉദ്ഘാടനം, അതിൻ്റെയൊക്കെ എഴുതി ആ ചുമരിങ്ങനെ എത്രയോ കാലങ്ങളുടെ കഥ പറയാനുണ്ടാവും. അത് നമ്മൾ ഉറക്കൊഴിച്ചതും ഇതൊക്കെ ആയിട്ട്. അപ്പം അത് അങ്ങനത്തെ ഒരു ചുമര് പിന്നെ നമ്മോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഒരു ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു, നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു സാധനമാണ് അവിടെ എടുത്തു വെക്കുന്നത്. ഇപ്പോഴും ബോർഡൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ എഴുതുന്ന ബോർഡിനൊക്കെ ആണെങ്കിലൊക്കെ തുളസി ആർട്സ് എന്നൊക്കെ അതിൻ്റെ അടിയിൽ വെക്കും അറിയാതെ. അത് അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇത് കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു ആർട്സിന് ഒരു പേരുണ്ടായിരിക്കും, ഒരു ബോർഡ് എഴുതുന്ന ഇപ്പൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും ഫ്ലക്സ് ബോർഡായി. പക്ഷെ എപ്പോഴും വില്ലേജൊക്കെ പഴയതൊക്കെ കാണിക്കുക, നമ്മളിപ്പോൾ ഒരു നാടൻ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നില്ലേ, വില്ലേജ് ഏരിയ ഒക്കെ കാണിക്കുമ്പോൾ എഴുതിയ ബോർഡൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിൽ വെറുതെ തുളസി. നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിയാണ് അത് കാണുമ്പോൾ തന്നെ. അവിടെ തുളസി ആർട്സ് എന്ന് വെറുതെ വെക്കും നമ്മൾ. ചേട്ടാ, ഇപ്പം ജാക്ക് ആൻഡ് ജിൽ എന്നുള്ള സിനിമ, മഞ്ജു വാര്യരുടെ സിനിമ, ആ സിനിമ ഒരുപാട് ട്രോളുകളൊക്കെ കിട്ടിയ സിനിമയാണ്. സന്തോഷ് ശിവൻ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ സിനിമയുടെ സെറ്റ് പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ചേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പോൾ ഈ ട്രോളുകളൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് ചേട്ടൻ അതൊക്കെ കണ്ടിരിക്കുമല്ലോ. ഞാനത് കാണും. പക്ഷെ അത് ആ സിനിമയുടെ അതെന്ന് പറഞ്ഞാൽ വളരെ ഫണ്ട് ഇല്ലാതൊരു സിനിമ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഈ സന്തോഷ് സാറ് പോലും. അത് ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അസിസ്റ്റൻ്റായിട്ട് ഇതായതിന് ശേഷം ഒരു സിനിമയിൽ ഞാൻ ആളൊപ്പം വർക്ക് ചെയ്യാണ്. അപ്പം ഞാനത് എന്ത് സിനിമയാണെന്ന് ഇതായിട്ടല്ല, അത്രയും വലിയ ഞാൻ കോളേജിലൊക്കെ ഇപ്പോൾ ഇരുന്ന് സിനിമ കാണുന്ന ഒരു ഇതുണ്ടാവില്ല. ഇപ്പോൾ എത്രയോ സിനിമകളുടെ, മണിരത്നം സിനിമകളുടെ ഒക്കെ ക്യാമറമാനായിട്ട് അയാളുടെ വർക്കുകൾ നമ്മൾ ഞെട്ടിത്തെരിച്ചിരുന്ന്, ഇപ്പോൾ ദളപതി ആയാലോ അങ്ങനെ റോജ ആയാലോ ഒക്കെ ഇരുന്ന് കണ്ടുള്ള ഒരാളുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ലെജൻഡിൻ്റെ ഒപ്പം ഉള്ള ഒരു വർക്കാണത്. അപ്പോൾ അത് അങ്ങനെയൊന്ന് അതിൻ്റെ ഇത്. പിന്നെ അതിന് ആ പ്രൊഡക്ഷന് തീരെ ഫണ്ടില്ല. പിന്നെ നമ്മൾ എന്ത് മാജിക്, ഒരു ആർഡർ ഒരിക്കലും മാജിക് അല്ല, ആൾക്കും അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും സിനിമ ചെയ്ത് അവസാനിപ്പിച്ചു. അതിനുശേഷം ഒരു 4 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ ഇറങ്ങുന്നത്. അതിനുശേഷം ആളെങ്ങനെയെങ്കിലും പുറത്തിറക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷേ സന്തോഷ് സാറൊരു ലെജൻഡ് മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അല്ല, സന്തോഷ് സാറിൻ്റെ പോലെ ഇത്രയും വലിയൊരു സിനിമാറ്റോഗ്രാഫർ കം ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ട്. അപ്പം അദ്ദേഹത്തിനെ ഇൻസിസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിനിമ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾക്കൊരു ഇതുണ്ടാവില്ലേ, അത് ഇല്ലാത്തൊരു സിനിമയായിരുന്നത്. അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൊക്കെ ഇതുണ്ടാകുന്നത്. നമ്മളൊക്കെ പറയുക സാർ അത് കിട്ടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. ആളും അതങ്ങനെ എന്തെങ്കിലും ആ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണല്ലോ, അത്രയും ഇതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് എനിക്ക് ആളുടെയൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ നവരസ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ടൈറ്റിലൊക്കെ ഞാൻ എഴുതിയത്, അതിൻ്റെ നവരസ ചുമരിൻ്റെ മുകളിലാണ് എഴുതിയത് കൊടുത്തതാണ്. ഞാനും പിന്നെ മനു ജഗത്താണ് മനുചേട്ടനാണ് എന്നെ അതിൽ കണക്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഞങ്ങൾ പോയിട്ട് ചെന്നൈയിൽ ചുമരിൻ്റെ മുകളിലാണ് നവരസ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നവരസ സിനിമ തമിഴില്ലേ, അതിൻ്റെ ടൈറ്റിൽ കംപ്ലീറ്റ് ചുമരിലാണ് എഴുതി കൊടുത്തത്. ഞാനാണ് ഫുള്ള് എഴുതി ഇതാക്കിയത്. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ആളുടെ സിനിമയിൽ ആർട്ട് ഡയറക്ടറായിട്ട് വരികയാണ് ഞാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴും വിളിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളൊരു മനുഷ്യനാണ്, ലെജൻഡാണ്. അല്ല, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ഈ ബഡ്ജറ്റിൻ്റെ ഷോർട്ടേജ്, ഈ പലപ്പോഴും ആർട്ട് ഡയറക്ടേഴ്സ് പ്രതിസന്ധിയിലായി പോകുന്നത് ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വരുമ്പോഴാണ്. അവരുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള സംഭവം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കാശ് വേണമല്ലോ. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം, ജാക്ക് ആൻഡ് ജിലിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റ് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം ചേട്ടനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ്. അപ്പം ചേട്ടന് അത് പറയാൻ ഉള്ള ഒരു സീനിയറിറ്റി ലെവലിൽ ചേട്ടൻ എത്തിയല്ലോ.
എന്ന് ചോദിച്ചാൽ അത് നമ്മളിതിൻ്റെ ആവശ്യം എന്താണ്, ആ സിനിമ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ എന്തായാലും പരിശോധിക്കണം. അത് ക്യാമറമാനും പിന്നെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അറിയാം. അങ്ങനെ അറിയണമെങ്കിൽ അവരത് ചെയ്തു തരേണ്ടതും നമുക്കിതുണ്ട്. അതായത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കാത്ത ചില സാധനങ്ങളുണ്ടായിരിക്കും. അതിന് ഫണ്ട് വേണം. അപ്പോൾ അത് മസ്റ്റായിട്ട് അതിന് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു ചുവരുണ്ട് ഇതിന്. ഈ ചുവര് മാത്രം പോരല്ലോ, അതിന് മുകളിൽ പെയിൻറ് വേണം, ഈ ഫിനിഷിങ് ആവണം, ഇതിന് മുകളിൽ ഈ പ്രോപ്പർട്ടി വെക്കണം, ഈ ലൈറ്റപ്പ് ചെയ്യണം. ഇങ്ങനെ വന്നാൽ മാത്രമാണ് ഇതൊരു ലൈഫ് ഇതിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ അത് ആവാൻ വേണ്ടി നമുക്ക് ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അതിന് ഒപ്പം മസ്റ്റായിട്ടും ആ കമ്പനി തന്നെ ഒപ്പം നമ്മൾ നോക്കണം. എൻ്റെ ഒപ്പം ഒരു കമ്പനി ഒപ്പം, അതായത് പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ഒപ്പം നിന്നാലാണ് ഒരു ആർട്ട് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഫെയിലായി പോകും. അത്തരം ഫെയിലായിട്ടുള്ള ഇപ്പം അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. കാരണം ചേട്ടൻ ഇതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായി സെറ്റിൽ വരിക, എന്നാൽ ഇതേപോലുള്ള ടൂൾസ് ഒന്നും ഉണ്ടാവാതിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ സങ്കടത്തോടെ സെറ്റ് വിട്ടുപോകേണ്ട, എങ്ങനെയെങ്കിലും പണി തീർത്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ? അങ്ങനെ അല്ല, ഇതെല്ലാം പ്ലാനഡ് ആണ്. ഇപ്പോൾ ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്യും. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതാക്കുന്നതല്ല. അതായത് ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് നമുക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന സാധനം സെറ്റ് ഇടണം. അപ്പോൾ ഇതിൻ്റെ ചർച്ച ഘട്ടത്തിൽ തന്നെ ഇതിനെ പറ്റിയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ എന്ത് വേണം, ആ സ്ഥലം ആരുടെയാണ്, ആ സ്ഥലത്തിന് പെർമിഷൻ വേണം. ആ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഇപ്പോൾ മൺകൂന പോലെ കിടക്കുന്നത് അത് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത് തിരിച്ച് അതേപോലെ തന്നെ ആക്കി കൊടുക്കേണ്ടതാണെങ്കിൽ ആ എന്തൊക്കെ ചെയ്യാനുള്ളത് അതിന് വേണ്ട ടൈമിങ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അവിടെ വരാൻ പോകുന്ന ഒരു കോസ്റ്റ് എത്ര ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഈ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്കത് തിരിച്ച് എങ്ങനെയായിരുന്നു ആ സ്ഥലം കിടന്നത് അതേപോലെ ആക്കി ഓക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്കത് വരാൻ പറ്റും. ഇപ്പോൾ ഈ പല ഡയറക്ടേഴ്സിൻ്റെ ഒരു വേ ഓഫ് വർക്കുണ്ട്. ചിലർക്ക് പെട്ടെന്ന് പ്രൊവോക്കാവും, ദേഷ്യപ്പെടും. ചിലവർ എന്ത് സംഭവിച്ചാലും വളരെ കൂളായിട്ടിരിക്കും. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു ഭാരിച്ചൊരു ചുമതലയുണ്ട്. അപ്പോൾ ചേട്ടൻ ഇതേപോലെ എങ്ങനെയാണ്, ചേട്ടനെ കാണുമ്പോഴും സംസാരിക്കപ്പോഴൊക്കെ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരാളെ പോലെ തോന്നുന്നു. നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള എനിക്കൊരു പരിചയമുണ്ട്. സിനിമയിൽ നമുക്ക് അതൊക്കെ സംഭവിക്കുന്ന അറിയാം. ഇതൊക്കെ ആൾക്കാർ നമ്മൾ പ്രോബ്ലം ആവും. നമ്മളതിനെ കൂളായിട്ട് കാണാനേ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ. അത് വന്നില്ലെങ്കിൽ വന്നില്ല എന്ന് തന്നെ ഇതാക്കണം, അല്ലെങ്കിൽ വരും. ഇത് എന്താണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാം കൂളായി കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നണത്. നമുക്കത് ഒരു ദിവസം കൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡയറക്ടർ പറയണം എനിക്ക് ഇന്നൊരു സാധനം കൂടി വേണം എന്ന് അഡീഷണലി പറഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു സമയം നമുക്ക് നോക്കണം. അത് നമുക്ക് എത്തിക്കാൻ പറ്റുമോ പറ്റില്ലേ, അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കത് കഴിയില്ല എന്ന് പറയണം. മാക്സിമം അത് എന്താണ് അവർ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ആർട്ട് ഡയറക്ടറുടെ ജോലി. അതിന് പറ്റുന്ന ആളുകളിലും സിങ്കായിട്ടുള്ളതാണ് നമ്മൾ വയ്ക്കുക. കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ആ വിഷ്വലുകൾ ഷൂട്ട് ചെയ്യാൻ നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇപ്പോൾ ചേട്ടന് ഏറ്റവും സിങ്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ ആരാണ് മലയാളത്തിൽ? അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ പല ആൾക്കാരും എന്നോട് ഒപ്പം നമുക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് വർക്ക് ചെയ്യണം, നമ്മളിതുവരെ വർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ഇതുണ്ടാവും. പിന്നെ ഇത് ഒരാളുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്നൊന്നും അങ്ങനെ എനിക്ക് ഇപ്പോൾ ശരിക്കും തോന്നാറില്ല. ശരിക്കും കാരണം വെച്ചാൽ നമ്മൾ ഓരോ സിനിമകളിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഓരോ സിനിമകളിലേക്ക് എത്തിയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ എനിക്ക് ഇന്ന ആളുടെ ഒപ്പം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഡയറക്ടറെ വർക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ സത്യത്തിലിപ്പോൾ ചിന്തിക്കാറില്ല. അങ്ങനെ കൂടുതൽ സ്വപ്നങ്ങളില്ലാതെ ജീവിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വരുന്നതാണ് എൻ്റെ ഇത്. പിന്നെ സിനിമയിൽ നമ്മൾ ഔട്ടായി അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഇനി AI വന്ന ആ ഡയറക്ഷനൊക്കെ എത്ര കാലം ഉണ്ടാവുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് എനിക്ക് വർക്കില്ലാതായി അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല സിനിമയുടേതായിരുന്നു അതൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ എൻ്റെ മുന്നിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ളൊരു വർക്കാണിത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം.
എനിക്കത് ഭയങ്കര ഓരോ വർക്കും ആസ്വദിച്ച് ചെയ്യാൻ ഭയങ്കര ത്രില്ലായിട്ട് ചെയ്യുന്ന പല കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിന് പറ്റുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാന്ന് പറയും. ഈ ചേട്ടൻ കേട്ട കഥകളിൽ ഏറ്റവും ത്രില്ലടിച്ച് ചെയ്ത ഒരു സിനിമ ഏതാണ്? കാരണം കേട്ടിട്ട് നല്ലൊരു ഇതുപോലെ വളരെ ആ വർക്ക് ചെയ്യാൻ അത്രത്തോളം ത്രില്ലിംഗ് അങ്ങനെ പല പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ മഞ്ഞുമ്മലനെ നിങ്ങളത് ഇപ്പൊ ഇത്ര ആളുകൾക്ക് അത് ഇപ്പോഴും കാണുമ്പോ എന്നെ കാണുമ്പോ എന്റെ നാട്ടുകാർക്കൊന്നും ശരിക്കും ആദ്യമൊന്നും അജയൻ സിനിമ ഇതാണ്, ആ ഡയറക്ടറാണ്, പടങ്ങളൊക്കെ ഇതാണ്. പക്ഷെ മഞ്ഞുമ്മൽ ഇറങ്ങിയതിന് ശേഷം ആ സിനിമ കണ്ടതിന് ശേഷം ആളുകളുടെ ഒക്കെ പിന്നെ ഇത് മാറി. ചാലിശ്ശേരിക്കാരുടെ ഇതിൻ്റെയൊക്കെ മാറി. അതായത് അവർക്ക് മനസ്സിലായി ഇത് വെറും ഒരു പരിപാടി അല്ലാന്ന് മനസ്സിലായി. അത് ആ കുഴിയൊക്കെ എങ്ങനെ ഉണ്ടാക്കി, കുഴിയിലേക്ക് എങ്ങനെ വീണു, ആ കുഴിയൊക്കെ എത്ര ഇതുണ്ടാവും, അപ്പോൾ അജയൻ പോയിട്ട് നിൽക്കണോ കുഴിയിൽ, അങ്ങനെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പോൾ കുഴി എങ്ങനെ ഇതായിരുന്നു, ആ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ കയറായിട്ട് ആരായിരുന്നു ഇതായത്, അങ്ങനെ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്ത്. അത് എന്നോട് പല ക്യാമറയുടെ ആളുകളും ക്യാമറമാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അത് ഷൂട്ട് ചെയ്തത്, എങ്ങനെ അതിൻ്റെ ടെക്നോ വശം അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഏത് ഭാഗത്താണ് നമ്മളത് ക്യാമറ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് എങ്ങനെ ചെയ്തത്. അജയൻ പറഞ്ഞല്ലോ 40 അടി 40 ഫീറ്റ് മുകളിലാണ് അതൊക്കെ, അതെങ്ങനെയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം എന്താണ്. അപ്പോൾ നമ്മൾ പോലും പരീക്ഷണ സാധനങ്ങളാണ് അതൊക്കെ ചെയ്യുന്നത്. അത് സക്സസ് ആവുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അതിലാണ് അവിടെയാണ് നമ്മുടെ ആദർശൻ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഹാപ്പി ആവുന്നത്. അതാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവരെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ആ സിനിമ. എന്നെ അത് നമ്മളെമാരുള്ള ആളുകൾ അത് നേരിൽ തന്നെ കേൾക്കുമ്പോഴാണ് അത് പിന്നെ വേറെ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏറ്റവും വലിയൊരു മൊമെൻ്റായിട്ട് ആളുകളാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ സിനിമ ചെയ്താലും മഞ്ഞുമ്മല് അതിനു മുന്നേ ഞാൻ എത്രയോ ഒരു 20 കൊല്ലമായിട്ട് ഇതിൽ കുത്തിമറിയുണ്ട്. പക്ഷെ ഈ സിനിമ ഏതൊരു നോർമൽ ആളുകളിലേക്കും എത്തിക്കാൻ പറ്റി എന്നുള്ളത് വല്ലാത്തൊരു വിജയമാണ്. ആ സിനിമയിൽ ഈ ശ്രീനാഥ് ഭാസിയുടെ ഒരു ഡ്രീം സീക്വൻസ് ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഗുണാക്കേവിലാണ്. അത് അവര് ഒറിജിനൽ ഗുണാക്കേവിന്റെ 2 കേവിന്റെ 2 സെക്ഷൻ ഉണ്ട്. അതിന്റെ ഇപ്പുറത്തുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അതിനൊരു 35 അടി കോണി വെച്ച് ഇറങ്ങി, അതിന് കോണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഒരു കോണി നമ്മൾ ഉണ്ടാക്കി വെൽഡ് ചെയ്ത് കൊടുത്ത് ഇറങ്ങി ഷൂട്ട് ചെയ്താണത്. അത് ഒറിജിനൽ അതിൻ്റെ ഒരു ഗുണാക്കേവിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗമാണത്. അല്ല, അത് ഒരു സെറ്റ് ഇടണം എന്നുള്ളൊരു ആലോചന തുടക്കത്തിലുണ്ടായിരുന്നോ? ഇല്ല, അത് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ അങ്ങനെ ഒരു കുഴി ഇതായെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്താണ്. അത് കുറച്ച് ടഫാണ്, അതൊക്കെ റിസ്കി സാധനമാണ്. അതായത് 4 നില ബിൽഡിങ് താഴത്തേക്ക് ഒരു 7 മുകളിൽ ഇറങ്ങിപ്പോയി അതിൻ്റെ ഏണി മാറ്റി അതിൻ്റെ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ആൾക്കാർ അത് അങ്ങനെ റിസ്ക് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അതിന് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഏരിയയിലാണ് നമുക്ക് ഷൂട്ടിനെ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രോബ്ലമാണ് അതവിടെ. ഇപ്പൊ ചേട്ടൻ്റെ ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് റിയൽ ഗുണ കേവി പോവുകയും ആ കുഴിയിലല്ലേ കുഴി അടഞ്ഞു കിടക്കുകയാണ്. ആ കുഴിയുടെ ഒറിജിനൽ വെർഷൻ നമുക്ക് തൊട്ടപ്പുറത്ത് മുകളിൽ പാർക്ക് പോയാലും കാണാം. അവിടെ വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അവര് അവിടെ ഒരു ചെറിയൊരു കമ്പിയൊക്കെ ഉള്ളൂ. ചേട്ടൻ അവിടെ ഇറങ്ങാൻ പറ്റിയിരുന്നു? ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ അതിന്റെ ആ ടെക്സ്ചർ എന്താന്ന് നമുക്ക് കണ്ടാൽ മതി. മനസ്സിലായി. പിന്നെ അതിനെ പറ്റിയിട്ട് നമുക്കത് കുറെ വരച്ചതാക്കി. ഇപ്പോൾ അതിന് പവിശങ്കറൊക്കെ ഇല്ലേ ആർട്ടിസ്റ്റ്, അങ്ങനെ പിന്നെ ചിദംബരം അതിനെ പറ്റിയിട്ടുള്ള ഒരു വർഷം പറയും. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ആ വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അത് മേക്ക് ചെയ്യണമല്ലോ. അതിൻ്റെ എന്താണ് ടെക്സ്ചർ, ആ ചവിട്ടി പോകുന്ന ഇതായിട്ട് വേണം. അപ്പോൾ ചവിട്ടാൻ പാകത്തിൽ ഓരോ തലത്തും ഓരോ സ്ഥലങ്ങളിലും കല്ലുകൾ വേണം. അത് വഴി ഇങ്ങനെ ചെരിഞ്ഞിറങ്ങണം. ഇങ്ങനെ അതായത് വളരെ ടൈറ്റായിട്ട് തോന്നുന്ന പാറയിടുക്കുകൾ വേണം. അങ്ങനെ അത് ഒരുപാട് സ്ഥലങ്ങളതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 3 കുഴികളാണ്. ഈ 3 കുഴിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 150 അടി കിട്ടും. അല്ല ചേട്ടൻ ഇപ്പോൾ ആ സിനിമയുടെ ഭാഗമായിട്ടാണ് ഗുണ കേവിൽ പോയത്. ഇപ്പോൾ സിനിമ കഴിഞ്ഞു, സക്സസ് ആയി, ആ സെറ്റ് മുഴുവൻ പൊളിച്ചു, ചേട്ടൻ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. ഇനി ഗുണ കേവിൽ പോകാനൊരു അവസരം വരികയാണെങ്കിൽ ചേട്ടൻ പോകാൻ തയ്യാറാവൂ? ഗുണാക്കേവിൽ പോകണമെങ്കിൽ പക്ഷെ അത് ഇനി അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പോവാൻ ഞാൻ ഒരു 5-6 പ്രാവശ്യം ഞാൻ ഇറങ്ങിയിട്ടുണ്ടതിൽ. മെയിൻ ആ വടംവലി നടക്കുന്ന സ്ഥലമല്ലേ അത്, അവിടെ ഞങ്ങൾ ഇതിൻ്റെ ആവശ്യങ്ങളായിട്ട് ഒരു 5-6 പ്രാവശ്യം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ.
ഇത് നമ്മളിത് കണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. അതിൻ്റെ ഒരു അളവുകളൊക്കെ ഏകദേശം ഒരു മനക്കണക്കിലൊക്കെയാണ് അത് ചെയ്ത്. അതിൻ്റെ ഒരു അളവുകളൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഒരാൾ നിന്നാൽ എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം, അങ്ങനെ വെച്ചിട്ടാണ് അതൊക്കെ നമ്മൾ ഇതാകുന്നത്. പിന്നെ അതിനൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ടീമുകൾ എൻ്റെ ഒപ്പം ഉണ്ട്. അവരെല്ലാവരും ഇതിനു വേണ്ടി അത്രയ്ക്കും വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ആ സിനിമയിൽ. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ്, എനിക്കൊന്ന് മഞ്ഞുമലിന് ശേഷം വന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. റൈഫിൾ ക്ലബിന്റെ ഒരു സെറ്റ് ഉണ്ടല്ലോ, അതൊരു ക്ലബ്ബാണ്. ഇതുപോലെ ഷൂട്ടിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബിന്റെ ഡിസൈൻ, പിന്നെ അതിനകത്ത് ഒരുപാട് നമ്മളിപ്പോൾ അറിയില്ലേ ദിലീഷ് പോത്തിന് ഇങ്ങനെ തൂങ്ങി വരുന്ന ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെറ്റിന്റെ ഡിസൈൻ, ആ ഒരു എക്സ്പീരിയൻസ് ചേട്ടൻ എന്തെങ്കിലും നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ സെറ്റ് ഡിസൈനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്? അത് മുണ്ടക്കയത്താണ് ശരിക്കും നമ്മൾ വയനാടായിട്ട് കാണിക്കുന്നത്. മുണ്ടക്കയത്തെ ഒരു പഴകിയ ഒരു ബംഗ്ലാവാണ് അത് ശരിക്കും. അതിൽ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മാമ്മയും ഒരു അപ്പൂപ്പനും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, അവിടുത്തെ നോട്ടക്കാരായിട്ട്. ആ സ്ഥലത്ത് പോയിട്ട് അത് ഭയങ്കര ശോകാവസ്ഥയിൽ കിടക്കുന്ന, അധികം നോക്കാതെ ഒരു വലിയൊരു കമ്പനിയുടെ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ഒരു കുന്നിൻ്റെ ഏറ്റവും തലപ്പത്ത്, അതായത് മണ്ടയിൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അത് വെച്ച് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ചുറ്റും മുറ്റം പോലെ കുറച്ച് ഏരിയ വേണം. അപ്പോൾ അത് ബാക്കിൽ സ്ഥലം വേണം. അങ്ങനെ ഒരു സ്ഥലം തപ്പി നടന്നിട്ട് പിന്നെ ഇത്രയും കുറേ റൂമുകൾ വേണം. അങ്ങനെ ഈ സ്ഥലം ഇത് കണ്ടെത്തി. ഇതിൽ നോക്കുമ്പോൾ ഇതിന് മതിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, മൊത്തം കേടുവന്ന് കിടക്കുക, എല്ലാം ഇതിലാണ് കിടക്കുക, ചോർന്ന് കിടക്കുക. അപ്പോൾ ഞങ്ങളത് എടുത്ത് ഏകദേശം ഒരു 50-55 ദിവസം സെറ്റ് വർക്ക് നടത്തേണ്ടി വന്നു അതിനെ ഒരു ഫുൾ ഫോമിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഓരോ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഇത് നോക്കി അതിൻ്റെ ഒരു റെഫറൻസുകൾ അതുവരെ അത് നമ്മൾ വെച്ച്, പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പിന്നെ ഡയറക്ടർ, അവരൊക്കെ വെച്ച് അതിന് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അത് ചെയ്തതിന് ശേഷമാണ് നമുക്കതിനെ ഒരു ലെവലിലേക്ക് ആക്കി മാറ്റാൻ പറ്റിയത്. അത്യാവശ്യം വർക്കുള്ളൊരു സിനിമയായിരുന്നു. അത്യാവശ്യം പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഓരോ റൂമുകളിലും ഇത്ര ഡീറ്റെയിൽ ഉണ്ട്. വരാന്ത, അതിൻ്റെ ചുറ്റും ചെടികൾ, പിന്നെ അത് തകർന്നു കിടക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ അതിന്റെ ഫ്രണ്ടൊക്കെ ലിഫ്റ്റ് ചെയ്ത് അവസാനത്തെ ഒരു ഫൈറ്റിംഗ് സീൻ ഉണ്ടല്ലോ, ആ ഫൈറ്റിംഗ് സീൻ ആവശ്യമായിട്ടുള്ള സെറ്റിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. കാരണം അതിനകത്ത് ഒരുപാട് മറ്റേ തകർച്ചകൾ വരും, കൺസ്ട്രക്ഷനിൽ തന്നെ ഒരുപാട് തകർച്ചകൾ വരും. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മൾ പറയുന്ന സ്ഥലം നമ്മൾ അതേപോലെ ആക്കണം. അതിന്റെ ബാക്ക് ഒരു ബോംബ് എറിഞ്ഞ് പൊളിക്കണതൊക്കെ ഉണ്ട് അടുക്കള ഭാഗം. അത് ആ ചുമര് അതിന് ശരിക്കും പൊളിച്ചതാണ്. ആ ചുമര് മൊത്തത്തിൽ പൊളിച്ചതിന് ശേഷം നമ്മളൊരു ഡമ്മി വോൾ അവിടെ ഉണ്ടാക്കി. ഡമ്മി വോളും അതിൻ്റെ ഡോറൊക്കെ വെച്ച് ആ സാധനം ആണ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ ഒറിജിനലായിട്ട് അത് അവിടെ പൊളിച്ചിട്ടുണ്ട്. അതാണ് അവർ ഒരു പോത്താൻ ഒക്കെ വരുന്നില്ലേ, അത് ഒറിജിനലായിട്ട് അവർ നമ്മളത് പൊളിച്ചതിന് ശേഷം കരിങ്കല്ലിൻ്റെ ചുമരത് പൊളിച്ചതിന് ശേഷം നമ്മളെ ഈ സാധനം ഷൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കരിങ്കല്ല് വെച്ച് നമ്മൾ കെട്ടിക്കൊടുത്തു. മൊത്തം പെയിൻറ്റ് ചെയ്ത് നമ്മുടെ തരത്തിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫുൾ പ്രോപ്പർട്ടി വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രോപ്പർട്ടി ഇല്ലാതെ കാലിയായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ അതിൽ വേറൊരു ഇതാണ് ആ സിപ്പ് ലൈനൊക്കെ. ആ സിപ്പ് ലൈനിൻ്റെ സാധനം നമ്മളതിങ്ങനെ അത് വേണമെന്ന് ശ്യാം പുഷ്കറും ദിലീഷ് ഇവരും ഷർഫ് സുഹാസൊക്കെയാണ് അതിൻ്റെ അത്. അപ്പോൾ അവർ അതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മൂന്നാറിൽ പോയി അതിൻ്റെ ഒരു ഇത് കണ്ട്, സിപ്പ് ലൈനിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ട് അതിനെപ്പറ്റി ഒന്ന് ഇതാക്കി ആ സാധനം അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു ഞങ്ങൾ ഈ സ്ഥലത്ത്. എന്നിട്ട് നമ്മൾ ആ സാധനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കുളത്തി വരുന്നതും അതിനെ ആദ്യം ടെസ്റ്റ് അടിച്ച് നമ്മുടെ ആളുകളിൽ തന്നെ ഇങ്ങനെ വരുന്നതും ടെസ്റ്റ് അടിച്ച് അതിൻ്റെ സ്പീഡ് കറക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പൊക്കി ഇത്രയും ദൂരം അത് ഉണ്ടാക്കി. അത് വന്ന് തടഞ്ഞു നിൽക്കുന്ന സാധനം പന്നി, അതിലൊരു മെയിൻ ഇതാണ് പന്നി. ആ പന്നി ഡമ്മി ഉണ്ടാക്കിയത് അത് സിലിക്കൺ ഡമ്മിയാണത്. അതിന് നമ്മൾ സജു എന്നൊക്കെ പറഞ്ഞ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ആ പന്നിയുടെ പോലെ ഉള്ള കറക്റ്റ് ഇതെടുത്ത് അതിൻ്റെ സ്കെൽട്ടൺ അടിച്ച് അത് അവർ സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കി. അതിൻ്റെ ഓരോ രോമങ്ങളും ഇരുന്ന് കുത്തിയിട്ടാണ് ആ പന്നീനെ ഉണ്ടാക്കിയത്. അതാണ് ആ പന്നിക്ക് ഇനി അതിൻ്റെ ട്രെയിലറിലൊക്കെ അതിനെ എടുത്തു കൊണ്ടുപോകുമ്പോഴൊക്കെ അതിങ്ങനെ വെറുതെ ജർക്കിങ് ഉണ്ട്. ഒറിജിനൽ പന്നിയുടെ ആ
ബോഡിയുടെ അതിൻ്റെ ഒരു ജർക്കിംഗ് ഉണ്ട്, അതങ്ങനെ അത് കറക്റ്റായിട്ട് അതങ്ങനെയാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് ആ സാധനം. സംഭവം അത് സിപ്പ് ലൈൻ അതിൻ്റെ മുകളിൽ അവർ വരുന്നു, അതിന് പറ്റുന്ന ടെക്നിക്കൽ സാധനം അവർ ആളുകളാണല്ലോ പറയുന്നത്, ഒറിജിനലായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും അതിന് സ്ട്രോങ് വേണം അതിൻ്റെ മുകളിൽ, അതായത് ആക്ടേഴ്സ് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത്. അത്ര ആളുകൾ വന്നാലും അതിനൊരു കുഴപ്പം പറ്റാത്ത തരത്തിൽ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ നമ്മളൊരു സാധനം കണ്ട് അതിൻ്റെ കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ. അതേപോലെ തന്നെ ഉണ്ടാക്കി ലൈത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കി നമ്മളത് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്.